ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് നിതീഷ് ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ജാനുവരി 26th ആണ്. ഇപ്പം അത് അപ്ലോഡ് ചെയ്യുന്നത് 28th തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. എഡിറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിതീഷ് ചേട്ടൻ ബാംഗ്ലൂരാണ്. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാനിവിടെ കേക്ക് മിക്സ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റിൻ്റെ കേക്ക് മിക്സ് പൗഡർ ഉണ്ടായിരുന്നു. അത് വെച്ചൊരു ചെറിയൊരു കേക്ക്, ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ, അപ്പം ഒരു ചെറിയ കേക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഫുഡ് പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിതീഷേട്ടൻ പറഞ്ഞു ഫുഡ് പുറത്ത് പോയി കഴിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കേക്ക് ഉണ്ടാക്കി കഴിച്ച് പിന്നെ ഇടപെട്ടുള്ള ഫ്യൂസുകൾ പോയിട്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ മിക്സ് പൗഡർ ഇങ്ങനെ വരിക, അതിൽ ഐസിങ് ഷുഗറും കൂടെ വരുന്നുണ്ട്. ചോക്ലേറ്റ് കേക്ക് മിക്സ് പൗഡറാണ് വരുന്നത്. അപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എഗ്ഗ് വേണമായിരുന്നു, അതുപോലെ തന്നെ ഓയിൽ, അതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തെല്ലാം വേണം എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. വേറെ ഫ്ലേവർ ഒന്നും വരാത്ത രീതിയിലുള്ള ഓയിൽ ഒഴിക്കുക കേട്ടോ. 2 എഗ്ഗ് പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട്, അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഓവൻ കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് നാളായി. അപ്പം ഞാനിത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ ഞങ്ങൾ എന്തെങ്കിലും കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മിക്സ് പൗഡർ വാങ്ങിച്ച് വെക്കും. എന്നിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കേക്ക് ട്രേയിലിടാം, ഒഴിക്കാം കേട്ടോ. ഞാൻ കേക്ക് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബട്ടർ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ മിക്സ് പൗഡർ, കേക്കിൻ്റെ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എയർ ഫ്രയർ ആവട്ടെ, ഇപ്പോൾ അതുപോലെ തന്നെ ഓവൻ ആവട്ടെ, അതൊന്ന് 5 മിനിറ്റ്സ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോഴാണ് കറക്റ്റായിട്ട് കേക്ക് കുക്കായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പം പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ചൂടുണ്ടാവുമ്പോൾ പെട്ടെന്ന് കേക്ക് കുക്കായിട്ട് കിട്ടും കേട്ടോ. എല്ലാ സൈഡും ഈക്വലായിട്ട് കുക്കായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോവാനാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ എയർ ഫ്രയർ 5 മിനിറ്റ്സ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കേക്ക് ബാറ്റർ ഒഴിച്ചത് ഞാൻ ആ ട്രേ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 30 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയായിരിക്കും. ഞാൻ കുറച്ച് 5 മിനിറ്റ്സ് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മോൾ ഭാഗം ഒന്ന് കരിഞ്ഞ് വരുന്ന പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല, ഉള്ളിലേക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മുകളിലെ ആ ചെറിയൊരു ലെയർ മാത്രം ഇത്തിരി ഓവർ കുക്ക്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 30 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് എടുത്തു നോക്കാം. കണ്ടോ, കേക്ക് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെ കഴിക്കാം നമുക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ലെവൽ ചെയ്ത്, കണ്ടോ ചെറിയൊരു ലെയറിലൊരു കുറച്ച് എന്താ പറയുക ഡാർക്ക് ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് മോൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷമാണ് കുറച്ച് ഐസിങ് വെച്ച്, അതിൽ ഐസിങ് ഷുഗറിൻ്റെ പൗഡറിൻ്റെ പാക്കറ്റ് വരുന്നുണ്ട് ഈ ഒരു കേക്കിൻ്റെ ഇതിൽ തന്നെ. അപ്പം അതെടുത്തൊന്ന് ജസ്റ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് പാലൊഴിച്ച് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഞാൻ അതിന് മുന്നേ ഞാൻ കേക്കിലേക്ക് കേക്കൊന്ന് കുറച്ച് സോഫ്റ്റ് ആവാനായിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുകളിലത്തെ ലെയർ ഒന്ന് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും കറക്റ്റ് ലെവലായിട്ടൊന്നുമില്ല. ഞാൻ ചെയ്തപ്പോൾ മൊത്തത്തിൽ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പൊടിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട്, സോഫ്റ്റ് ആവാനായിട്ടാണ് കേട്ടോ. അപ്പം ഇത് സോഫ്റ്റ് ആവാനായിട്ട് ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്യാം. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഈ അമ്മ വരുമ്പോൾ കുറച്ച് കല്ലുമിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗൾഫിൽ നിന്ന്. അപ്പോൾ അതൊക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മെൽട്ടായിപ്പോയി.
അപ്പം ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റിയാണ്. ഞാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എന്താ പറയുക ടോപ്പിംഗ് ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഫ്ലോപ്പായില്ല, പക്ഷെ കുറച്ച് മെൽട്ടായി പോയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ കേക്ക് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കിച്ചുവിനും അജുവിനും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് മുന്നേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പം അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡെക്കറേഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാനത് വെച്ചപ്പോൾ അതിങ്ങനെ മെൽട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമായി, അവർ നന്നായി കഴിച്ചു കേട്ടോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇടമുട്ടത്തുള്ള ഫ്യൂസല പോയത്. അപ്പം മോൾക്ക് ഫ്രൈഡ് റൈസേ ഇഷ്ടമുള്ളൂ. അവളെവിടെ പോവുകയാണെങ്കിലും അവൾക്ക് ബിരിയാണീനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫ്രൈഡ് റൈസ് ആണ്. അപ്പം നിതീഷയുടെ ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ അവർ രണ്ടുപേരും ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം, പക്ഷെ ഞാനും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് കഴിച്ചത്. അപ്പം അത് കഴിഞ്ഞ് ഒരു മിൽക്ക് ഷേക്ക് കഴിച്ചിട്ട് പോന്നു. സാധാരണ 3 മിൽക്ക് ഷേക്കൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്, എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ട്. പക്ഷെ ഇവരാണെങ്കിൽ ഒരു പകുതി ആകുമ്പോൾ തന്നെ അവർക്കത് ഫുള്ളാക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ത്രോട്ട് കംപ്ലൈൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് 3 ആളും കൂടെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി സെലിബ്രേഷൻസ് ഒക്കെ നിതീഷേട്ടൻ വന്നിട്ട്, ആള് എപ്പോഴും ഫെബ്രുവരിയിലൊക്കെ വരുള്ളൂ. ഇനി ബാക്കി സെലിബ്രേഷനൊക്കെ ഇപ്പം തൽക്കാലം ഞങ്ങളൊന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ഈ ഒരു ചെറിയതായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.